എല്ലാവർക്കും ക്രാക്റ്റിൻ്റെ ആദ്യമായി ആശംസ നേരാണ്. ചാലക്കുടിയിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള സംഘടനയായിട്ടുള്ള ക്രാക്റ്റ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമേള ഈ വർഷവും വളരെ ഗംഭീരമായി നടത്തുകയാണ്. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഏറ്റവും ഗംഭീരനായിട്ടുള്ള ജോസ് പല്ലിശ്ശേരിയുടെ പേരിലായിരുന്നു നാടകമേള നടന്നുകൊണ്ടിരുന്നത്. അതിൽ കൂടി നമ്മുടെ നാടിൻ്റെ ഒരു പ്രശസ്ത നടനും കൂടിയായിട്ടുള്ള കലാഭവൻ മണിയുടെ പേരും കൂടി ചേർത്തുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ എല്ലാവരും ജനീയമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ കലാമേള നടത്തുന്നത്. ചാലക്കുടിക്കാരുടെ സ്വപ്ന സാഫല്യമായിട്ടുള്ള പല സംഘടനകളും ഈ ചാലക്കുടി നഗരസഭയിൽ ഉണ്ടെങ്കിലും നാടകമേള സാമ്പത്തികമായി നഷ്ടമായതുകൊണ്ട് പലരും നടത്താതെ പിന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ക്രാക്റ്റ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ക്രാക്റ്റിൻ്റെ ഭാരവാഹികൾക്കറിയാം ഏറ്റവും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് 5 ലക്ഷം രൂപയോളം കണ്ടെത്തേണ്ട സാഹചര്യം നിലവിൽ ഉണ്ട്. എങ്കിലും എല്ലാ നല്ലവരായ കലാപ്രേമികളുടെയും സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് ഈ പരിപാടി ഗംഭീര വിജയമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയം പോലുള്ള സംവിധാനം തന്നെ അതിന് വേണ്ട സൗകര്യം ചെയ്തു തരുന്ന ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള മറ്റ് നാടക സ്പോൺസർമാർ, അതേപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് സഹായിക്കുന്ന നല്ലവരായിട്ടുള്ള കാണികൾ, ഇവരുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണവും അതിലുപരി ഈ നാടിൻ്റെ സ്വപ്നമായിട്ടുള്ള ഈ കലാമേള ലൈവായിട്ട് നമുക്കറിയാം. നാടകമേള കാണുമ്പോൾ അതിലെ കുറ്റങ്ങളും കുറവുകളും ശരിയും തെറ്റും തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സംവിധാനമാണ് നാടകമേള. നമുക്കറിയാം മറ്റ് കലാമേളകളിലൊക്കെ നമുക്കറിയാം ആ സമയത്ത് ഒരു അഭിപ്രായം പറയാൻ നമുക്ക് പറയില്ല. ഇവിടെ നമുക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു നാടകമേളയാണ് ക്രാക്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാടകമേളയൊക്കെ നടത്തുന്നത് എന്തുകൊണ്ട് എന്ന് ഞങ്ങളോട് പലരും ചോദിച്ചു. അപ്പം ഞങ്ങൾ വളരെ നർമ്മരസത്തിൽ അവരോട് പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാടകമേള എന്ന് പറയുന്നത് നാടിൻ്റെ സ്വപ്നമാണ്. അത് മറ്റ് സ്ഥലത്ത് പോയി എന്ന് കാണാൻ സാധിക്കില്ല. ഒരു സിനിമയാണെങ്കിൽ അത് അവിടെ കൊണ്ടുപോയിട്ട് നടത്താൻ പെട്ടെന്ന് സാധിക്കും. പക്ഷെ ഈ നാടകമേള അവിടെ നടത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ വളരെ ചിന്തിച്ചും പ്രവർത്തിച്ചും നമ്മുടെ ചാലക്കുടി നഗരസഭയോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ടൗൺ ഹാള് വിട്ടുതരാനുള്ള സംവിധാനം നമുക്ക് കിട്ടുന്നില്ല. എന്നാലും നമ്മൾ ഈ നാടകമേള വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ചാലക്കുടിയുടെ ഒരു തിലക്കുറിയായിട്ട് എല്ലാ വർഷവും ഈ നാടകമേള നടത്തിക്കൊണ്ടുവന്നുള്ള വളരെ ശ്രമകരമായ ജോലി ക്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ തവണത്തെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 350 പേർക്ക് ഫ്രീ ടിക്കറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. 350 പേർക്ക്. സ്കൂളുകൾ ഏകദേശം 10 സ്കൂളുകൾക്ക് നമ്മൾ 10 ടിക്കറ്റ് അവിടുത്തെ ലീഡേഴ്സിന് കൊടുക്കാൻ വേണ്ടി, അതേപോലെ തന്നെ സാംസ്കാരിക സംഘടനയിലുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി, അതായത് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ, അങ്ങനെ എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ക്രാക്റ്റ് മേള ഈ തവണ നാടകമേള സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഭാഗത്തും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പത്രപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് വെച്ചാൽ എല്ലാ ദിവസത്തെ നാടകവും മേളയുടെ പേര് ഒന്ന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്കറിയാം വലിയൊരു സാമ്പത്തിക ചെലവ് വരുന്ന ഈ പദ്ധതിയാണെങ്കിൽ പോലും അത് ലഘൂകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അതനുസരിച്ച് ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ദിനേശൻ സെക്രട്ടറി എന്ന നിലയ്ക്കും വൈസ് പ്രസിഡന്റ് ലൂയിസ് മാഷ്, അതുമാതിരി തന്നെ ട്രഷറർ സി വാസു, അതേമാതിരി മറ്റ് സഹപ്രവർത്തകരും ഒക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളുടെ തമാശ രൂപേണ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കമ്മിറ്റി മെമ്പറാണ് ഞങ്ങളുടെ ജോജി എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ തവണ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ജോജിനും ഞങ്ങൾ ഈ തവണ ആദരവ് കൊടുത്തുകൊണ്ട് സ്നേഹിക്കുകയാണ്. അങ്ങനെ ആ സ്നേഹാധാരം ഏറ്റെടുക്കാൻ ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തകർ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു വിജയമാക്കി തരുവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാ പത്രപ്രവർത്തകരോടും സാമൂഹ്യ സാംസ്കാരിക കലാപ്രേമികളോടും ഈ സമയം ക്രാക്റ്റിൻ്റെ അധ്യക്ഷ നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ മാസം 29 ഔപചാരികമായിട്ട് ചാലക്കുടി നഗരസഭ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യുകയും
5-ാം തീയതി നാടകമേള അവസാനിക്കുമ്പോൾ ചാലക്കുടി ML അത് അവസാന ദിവസത്തെ ഒരു വിശിഷ്ട അതിഥിയായി എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് നമുക്ക് നാടകമേളയിലെ ഇപ്പോഴത്തെ ഒരു സംവിധാനം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, പത്രപ്രവർത്തകരുടെ എല്ലാവിധ അനുഗ്രഹവും ആശംസകളും ഇതിന് ലഭിക്കണം. ലഭിച്ചാൽ മാത്രം തന്നെയാണ് ഈ പദ്ധതി മറ്റു ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. നമുക്ക് അറിയാം, വാട്സപ്പിലൊക്കെ നമുക്ക് വരും, എങ്കിലും അധികം ഉപരി ഇത് അച്ചടി മാധ്യമങ്ങളിൽ കൂടി എത്തുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുക. തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മളിന്ന് ഈ പത്രസമ്മേളനത്തിലെ കൂടെ ഒരുക്കുകയാണ്. എല്ലാവരും ഞാൻ ആ നാടകമേളയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. ചാലക്കുടിയിൽ ഈ നാടകം അല്ലെങ്കിൽ നാടകകലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു പദ്ധതി കൂടിയാണ് എല്ലാ വർഷവും പ്രാക്ടീവ് നാടകമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നാടകത്തോടൊപ്പം തന്നെ നാടകമേളയ്ക്ക് മുമ്പായിട്ട് 6:30 മണി മുതൽ നമ്മുടെ പ്രഗത്ഭരായ ചാലക്കുടിയിലെ കലാകാരന്മാരുടെ കലാവിരുന്നു കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മിമിക്രി ഉണ്ട്, ഗാനമേളയുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ, കേരളത്തിൽ തന്നെ ഏകാംഗ നാടകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പെരുമാൾ എന്ന ഏകാംഗ നാടകം 4-ാം തീയതി 6:30 മണിക്ക് നമ്മുടെ നാടകവേദിയിൽ അരങ്ങേറുകയാണ്. അദ്ദേഹം ഒരു അതിന്റെ പേര് RLV രാമകൃഷ്ണന്റെ കെയർ ഓഫിലാണ് ഈ സുഭാഷ് ദാസ് എന്ന വ്യക്തി, നമ്മുടെ കയ്പമംഗലം സ്വദേശിയായ സുഭാഷ് ദാസ്, അദ്ദേഹം ഒരു NRI കാരനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏകാംഗ നാടകം ഒരുപക്ഷെ നമ്മളാരും കണ്ടിട്ടുണ്ടാകില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൂടി 4-ാം തീയതി നമ്മുടെ ഈ നാടകവേദിയിൽ അരങ്ങേറുന്നുണ്ട്. കൂടാതെ നമ്മുടെ കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നമ്മൾ മുൻ വർഷങ്ങളിൽ നടത്തിപ്പോകുന്നത് പോലെ തന്നെ ഇതൊരു സാംസ്കാരിക വേദിയായിട്ടാണ് ക്രാക്ടർ ഈ നാടകവേദിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക രംഗത്തും വ്യാവസായിക രംഗത്തും കലാരംഗത്തും ഒക്കെയുള്ള മഹത് വ്യക്തികളെ ആദരിക്കപ്പെടുന്നുണ്ട്. ആദ്യ ദിവസം ശ്രീ ജോണി മേച്ചേരി, അദ്ദേഹത്തിൻ്റെ മകള് ഡോക്ടർ നൈസി ജോൺ, ശ്രീലക്ഷ്മി സുഗതൻ ചേട്ടൻ, ജോട്ടി മാത്യു, പ്രസ് ക്ലബ് അംഗമായ ശ്രീ VJ ജോജി, അതുപോലെ തന്നെ ഇൻഡോട്ടിൻ്റെ സുശീൽ, അഡ്വക്കേറ്റ് CT സാബു, HR സംഗീത്, KA ഉണ്ണികൃഷ്ണൻ, രഘുരാമ പണിക്കർ, കൂടാതെ ജോർജ് തണ്ടിയേക്കൽ. ഈ വ്യക്തികളൊക്കെ സമൂഹത്തിൽ പലതരത്തിലും വ്യാവസായികമായിട്ടും അവർ സാംസ്കാരികമായിട്ടും അതിലുപരി അവരുടെ പലരുടെയും സഹായ ഹസ്തങ്ങൾ, അതൊക്കെ തന്നെയാണ് ക്രാക്ട് കണ്ടിട്ട് അവരെ ഈ വേദിയിൽ ആദരിക്കപ്പെടുന്നത്. അപ്പോൾ ക്രാക്ടിൻ്റെ നാടകമേള എന്നുള്ളത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. പക്ഷെ നാടകമേളയിലൂടെ നമുക്കറിയാം, ചാലക്കുടിക്ക് നഷ്ടപ്പെട്ട നാടകത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ പ്രാവശ്യം പ്രസിഡന്റ് പറഞ്ഞ പോലെ വിദ്യാലയങ്ങളിൽ നമ്മളെ കുട്ടികൾക്ക് നാടകം കാണാനുള്ള ഒരു അവസരം കൂടി ഈ നാടകമേളയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നാടകമേളയുടെ വിജയത്തിനായിട്ട് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ചാലക്കുടിയിലെ ഏറ്റവും അംഗീകാരമുള്ള ഇന്നിപ്പോഴുള്ള ഈ സ്മരണയുള്ള നടന്മാരിൽ ഏറ്റവും പ്രഗത്ഭനും ജോസ് പല്ലിശ്ശേരിയായിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ക്രാക്ട് വർഷങ്ങളായിട്ട് ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് പോരുന്നുണ്ട്. അതിന്റെ കൂടെ ഞങ്ങൾ കലാഭവൻ മണിയെ കൂടി ആഡ് ചെയ്തെന്നുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഒരു ആവശ്യം കലാഭവൻ മണിയെ പോലെ തന്നെ ജോസ് പല്ലിശ്ശേരിക്കും കൃത്യമായ ഒരു സ്മരണ ചാലക്കുടിയിൽ ഉണ്ടാകണം എന്നുള്ളത് ക്രാക്ടിന്റെ ഒരു ആവശ്യം തന്നെയാണ്. ഇതിന് ശരിക്കും പറഞ്ഞ മാഷ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ക്രാക്ട് വളരെയേറെ ബുദ്ധിമുട്ടി. അപ്പോഴാണ് പല സമ്മർദ്ദങ്ങളും വരുന്നത്. മണിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഒരേ റെസിഡൻസ് അസോസിയേഷനിൽ ചെല്ലുമ്പോഴും അവർ ആവശ്യപ്പെടുന്നു നമുക്ക് എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലെ യങ്ങേഴ്സ് അവർ നമ്മുടെ ജോസിനെ കണ്ട ആ ഒരു മുഖം അവരുടെ മനസ്സിലില്ല. പക്ഷേ മണിയുടെ ഒരു നാടൻ പാട്ടും നാടൻ കലയൊക്കെ ആയിട്ട് ഉള്ളൊരു ഇത് ഉള്ളതിൻ്റെ പേരിൽ അവരും കൂടി ഉൾപ്പെടുത്തുന്നുള്ള പല ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അതായത് ക്രാക്ടിൻ്റെ ഭരണസമിതിക്ക് അങ്ങനെ ഒരു ഇതില്ല, എല്ലാവരും ഒരുമിച്ച് കൊണ്ടു നടക്കണം എന്നുള്ളതാണ് ക്രാക്ടിൻ്റെ ലക്ഷ്യം.